നമസ്കാരം. കഴിഞ്ഞ ദിവസം CPM-ന്റെ വലിയൊരു തകർച്ചയാണ് നമ്മൾ ജനങ്ങൾ കാണുകയുണ്ടായത്. നിരവധി മണ്ഡലങ്ങളിൽ CPM-ന് വൻ വോട്ട് ചോർച്ചയുണ്ടായി. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് വരെ CPM 2ാം സ്ഥാനത്തേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ബൂത്തിലടക്കം NDA വോട്ട് ഇരട്ടിയിലധികം വർദ്ധിക്കുകയും ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടി കേന്ദ്രങ്ങളിലെല്ലാം വൻ അടിയൊഴുക്കാണ് NDA UDF സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി ഉണ്ടായത്. 40,000-ന് മുകളിൽ വോട്ടാണ് LDF-ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം കുറഞ്ഞത്. LDF-ന്റെ തകർച്ച ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. തോൽവി ഏറ്റുവാങ്ങിയതോടെ മന്ത്രിമാരെല്ലാം മാളത്തിലൊളിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പരാജയപ്പെട്ടതിന് പിന്നാലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എന്നാൽ അവിടെയും കഴിഞ്ഞില്ല. ആ പോസ്റ്റിന് വലിയ ട്രോളുകളാണ് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്ക് നന്ദി എന്ന കുറിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമുള്ള ചിത്രത്തിനൊപ്പമാണ് മുകേഷ് പങ്കുവച്ചത്. എന്നാൽ അതിന് പിന്നാലെ ചേട്ടൻ പ്രതികൂല സാഹചര്യം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് ചോദിച്ചാണ് ട്രോളുകൾ വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്നതിനെയാണ് പ്രതികൂല സാഹചര്യം എന്ന് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് ചില കമന്റുകൾ. ആ പ്രതികൂല സാഹചര്യം ഉണ്ടാക്കിയതും നിങ്ങളൊക്കെ തന്നെയാണ് സഖാവേ എന്നും തോൽവി അങ്ങയുടേതല്ല, അങ്ങ് പങ്കുവെച്ച ഫോട്ടോയിൽ ഇരിക്കുന്ന ആ മനുഷ്യന്റെയാണെന്നാണ് ചിലർ പറയുന്നത്. പ്രതികൂല സാഹചര്യം ഉണ്ടാക്കിയത് ആരാണെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്നും പ്രതികൂല സാഹചര്യം ഉണ്ടാക്കി തന്ന ആളെ കൈപിടിച്ചുയർത്തി കാണിച്ചു തന്നതിന് നന്ദിയെന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ ഈ വർഷങ്ങളായി ഉണ്ടായ കേരളത്തിന്റെ ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ തകർച്ച തന്നെയാണ് കാണിച്ചത്. ഭരണപക്ഷം ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത്, ജനങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന് തക്കതായ ഒരു ഉത്തരമാണ് കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും ലഭിച്ചത്. ജനങ്ങൾ അത്രയും വെറുത്തിരിക്കുന്നു. ജനങ്ങൾ പൊറുതിമുട്ടി. അതിനാൽ തന്നെയാണ് ഭരണം മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാവുന്ന റിസൾട്ടായിരുന്നു ഇന്നലെ എത്തിയത്.